ഫ്രണ്ട്സ്, ഹാപ്പി ട്രിവിയൻസിന്റെ ഒരു അടിപൊളി കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ എൻ്റെ അനിയത്തിയുണ്ട്. മൊട്ടു കയറിയോ? ഹലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഭവത്തിൻ്റെ പേര് ചിക്കൻ മഷ്റൂം ബിരിയാണി. ചിക്കനും മഷ്റൂമും കൂടി ചേർത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്കിനി അടുപ്പ് കത്തിക്കാവേ. അപ്പം നമുക്ക് ആദ്യം ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മുടെ ഉള്ളി, ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം അടുപ്പിലോട്ട്. ഓക്കെ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, സവോള വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് സവോള വറുത്തെടുക്കാം. കുറച്ച് സവോള ഇട്ടിട്ട് നല്ല ഗോൾഡൻ ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഉള്ള മസാല റെഡിയാക്കാം. ഇച്ചിരി സൺഫ്ലവർ ഓയിൽ കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ടേ. എണ്ണ ഓൾറെഡി ചൂടായി കിടക്കണം. അപ്പം നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് എല്ലാം നമ്മൾ ഇടാണ്. അപ്പോൾ അത് നല്ല ചൂടുണ്ട്, അത് ചൂടാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, സവോള, അപ്പോൾ നമുക്ക് സവോളയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് വരും. ഓക്കെ, തക്കാളി ഇടാം, അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി. നല്ല തണലാണ് ഇവിടെ, നല്ല ഉച്ച സമയമാണിപ്പോൾ, എന്നിട്ടും വെയിലൊന്നുമില്ല, നല്ല തണലുള്ള സ്ഥലമാണ്. ആദ്യം മല്ലി മുളകും വറുത്തത്, നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എരിവനുസരിച്ചിട്ട് ഓരോരുത്തരും ഇടുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ഇനി ഗരം മസാല, എല്ലാ പട്ട, ഗ്രാമ്പു എല്ലാം കൂടി പൊടിച്ച ഗരം മസാല കുറച്ച്. നന്നായിട്ട് വഴറ്റുക. ഈ പൊടിയുടെ ഒക്കെ പച്ച മണം പോണം. പച്ചമണം മാറുന്നവരെ നല്ല പോലെ വഴറ്റുക. നല്ല മണം വരുന്നല്ലേ? നല്ല മണം വരുന്നു. ഇനി നമുക്ക് മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിനോടൊരു ചിക്കൻ ഇടാം. ഇത് നന്നായിട്ട് ഇളക്കണേ. അപ്പം നമുക്ക് ഇത് നമ്മുടെ രമ്പയില, പിന്നെ ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഓക്കെ, നമുക്ക് കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്യാം. നമ്മൾ തന്നെ ചെയ്ത ബിരിയാണി മസാലയാണ്. മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് വേകട്ടെ. ഓക്കെ,
ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു ഇച്ചിരി മല്ലിയില, ഒരല്പം പുതിനയില, പിന്നെ നമ്മുടെ ഇന്നത്തെ വിഭവത്തിൻ്റെ മെയിൻ സാധനം മഷ്റൂം, കൂണ്. നമ്മളിവിടെ ചിപ്പിക്കൂണാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇച്ചിരി തൈര് ഇതിലോട്ട് ചേർത്ത് നോക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ചോറ് വേവിച്ചെടുക്കാം. അടുപ്പിൽ വെള്ളം ഇവിടെ വെക്കാം. അത് നല്ലോണം ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൽ അരി വേവിച്ചെടുക്കാം. നമുക്കിനി അടുത്ത് അരി കഴുകിയെടുക്കാം. 1.5 കിലോ അരിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോറ് വേകാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിലോട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇത് പട്ട, ഗ്രാമ്പൂ ഇതൊക്കെയുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഈ വെള്ളത്തിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു ഇച്ചിരി ഓയില്. ചോറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഉപ്പ്, ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ്, 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമുക്കൊരു പകുതി നാരങ്ങ, ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ രംഭേല, ഇത് നല്ല ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓക്കെ, അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലോട്ട് അരി കഴുകി വെള്ളം വാർത്ത് വെച്ചേക്കുന്ന അരി ഇടാം. ഇതൊരു 1.5 കിലോ അരിയാണ്. അരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ നമ്മുടെ ചോറ് ആയിട്ടുണ്ട്. നമുക്ക് ചോറ് ഇറക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചോറ് വെന്തതും നമ്മൾ ആദ്യം ചെയ്തു വെച്ച മസാല ഇവിടെ ഇരിക്കുകയാണ്. നമുക്കിനി ചോറിനെ മസാലയിലോട്ടിട്ട് ദം ചെയ്യാം. ചോറ് തട്ടിക്കൊടുക്കാം. ഇനി ഇതിന്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ നടത്താനുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില, പുതിനയില രണ്ടും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവോള ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം ഫ്രൈ ചെയ്തതാണേ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഓക്കെ, അടിപൊളി. ഇത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി. ഇത് പല പല കളറിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ഇതിനിങ്ങനെ ഒന്ന് ചെറിയൊരു ഹോള് ചെയ്ത് കൊടുക്കാം. അപ്പം അടിയിലത്തെ മസാലയുടെയൊക്കെ സ്മെല്ല് നമുക്ക് മുകളിലോട്ട് വരാനായിട്ട് നല്ല ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി ഇത് ദമ്മിടാവേ. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് കനലിട്ട് കൊടുക്കാം. നമ്മൾ ദമ്മിട്ട ബിരിയാണി തുറക്കാൻ സമയമായി. ഓക്കെ, അപ്പം നമുക്ക് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇവിടെ കഴിക്കാനായിട്ട് നമുക്ക് കുറേ അതിഥികളൊക്കെ ഉണ്ട്. അതിഥിയല്ല കേട്ടോ, വീട്ടിലുള്ള ആൾക്കാരാണ്. അച്ഛൻ വന്നിട്ടുണ്ട്, അമ്മ വന്നിട്ടുണ്ട്, നന്ദുമോളുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഓക്കെ, നല്ല ആവി പറക്കുന്ന ചൂട് ബിരിയാണി തയ്യാർ. നല്ല മണമുണ്ട് കേട്ടോ. മഷ്റൂം ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാവർക്കും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മുഴുവൻ കുടുംബവും ഇവിടെ ബിരിയാണി കഴിക്കാൻ റെഡി ആയി നിൽപ്പുണ്ട്. അമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അറ്റൻഷനൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാം എല്ലാവർക്കും. മഷ്റൂമിൻ്റെ പീസ് നന്നായിട്ട് കുക്കായിട്ടുണ്ടേ. കഴിക്കൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പല ടൈപ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷെ മഷ്റൂം ചിക്കൻ ബിരിയാണി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നതും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത് മഷ്റൂം യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി കിടിലൻ ഒരു ബിരിയാണിയാണ്. ഒട്ടും എങ്ങനെയുണ്ട്? അടിപൊളി. ഞാനും ഇതുവരെയായിട്ട് മഷ്റൂം ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. സാധാരണ നമ്മൾ എപ്പോഴും കഴിക്കുന്നതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അച്ഛാ, എങ്ങനെയുണ്ട് ബിരിയാണി? നല്ല ബിരിയാണി, അടിപൊളി ബിരിയാണി. അപ്പൊ എങ്ങനെയുണ്ട് ബിരിയാണി? അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.